ഒരിടവേളയ്ക്ക് ശേഷം സർക്കാർ ഗവർണർ ഭിന്നതയ്ക്ക് തുടക്കമിട്ട് രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷ പരിപാടി. കാവിക്കൊടി ഏന്തി നിൽക്കുന്ന ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിയിക്കാൻ കഴിയില്ലെന്ന് കൃഷിമന്ത്രി വ്യക്തമാക്കിയതോടെ സർക്കാർ പരിപാടി രാജ്ഭവനിൽ നിന്നും മാറ്റി. എന്നാൽ ചടങ്ങ് ബഹിഷ്കരിച്ച മന്ത്രിമാർക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഗവർണർ രംഗത്തു വന്നു. രാജ്ഭവനിലെ ചിത്രം മാറ്റാൻ കഴിയില്ല എന്ന് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വ്യക്തമാക്കി. കൃഷിവകുപ്പ് രാജ്ഭവനിൽ പരിസ്ഥിതി ദിനാഘോഷ പരിപാടി നടത്താൻ തീരുമാനിക്കുന്നു. കാര്യപരിപാടികൾ സംബന്ധിച്ച് രാജ്ഭവൻ ഇറക്കിയ ആദ്യ നോട്ടീസ് മാറ്റി രണ്ടാമതൊരു നോട്ടീസ് നൽകുന്നു. ഈ നോട്ടീസിൽ വേദിയിലെ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിയിക്കണമെന്നത് ചടങ്ങിൽ ഉൾപ്പെടുത്തി. രാജ്ഭവന്റെ ഈ നിർദ്ദേശം സർക്കാർ പരിപാടിയിൽ ഉൾപ്പെടുത്താനാകില്ലെന്ന നിലപാട് കൃഷിമന്ത്രി അറിയിച്ചെങ്കിലും രാജ്ഭവൻ പിന്മാറിയില്ല. ഇതോടെയാണ് അവസാന നിമിഷം പരിപാടി ബഹിഷ്കരിക്കാൻ കൃഷിമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും തീരുമാനിച്ചത്. ഗവൺമെന്റിന്റെ പരിപാടിക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്ത തരത്തിലുള്ള ഒരു മാറ്റമാണ് അവിടെ ഉണ്ടായത്. നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാരത് മാതാവിൻ്റെ ഒരു ചിത്രം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എതിർപ്പില്ല. എന്നാൽ ഇവിടെ ഉപയോഗിച്ചത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂപടം പോലും അതല്ലാതെ മറ്റൊരു പടമെല്ലാം വെച്ചിട്ട് ആ തരത്തിൽ അവതരിപ്പിക്കുന്നതിനെ ഒരു കാരണവശാലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുകയും. രാജ്ഭവനിൽ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ തന്നെ ഗവർണർ പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. പിന്നാലെ നടന്ന സ്വകാര്യ പരിപാടിയിൽ ഗവർണർ മന്ത്രിമാർക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഭാരതമാതാവിന്റെ ചിത്രം മാറ്റാൻ കഴിയില്ലെന്ന് ഗവർണർ. We cannot keep away. All these are the idols for which we are living. We cannot do away with this. I do not know what sort of thinking we have in our minds. മുഖ്യമന്ത്രി ഇടപെട്ട് സർക്കാരിന്റെ പരിസ്ഥിതി ദിനാചരണം ദർബാർ ഹാളിലേക്ക് മാറ്റി. 24 തിരുവനന്തപുരം. അതേസമയം രാജ്ഭവനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ദൗർഭാഗ്യകരമെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. CPIക്ക് കൂറ് പാകിസ്ഥാനോടാണോ എന്നായിരുന്നു BJP നേതാവ് V മുരളീധരന്റെ ചോദ്യം. അതിനിടെ രാജ്ഭവൻ RSS ആസ്ഥാനമാക്കാൻ അനുവദിക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. രാജ്ഭവന്റെ തെറ്റായ സമീപനമെന്ന് മന്ത്രി P പ്രസാദ് ശരിയായ നിലപാട് സ്വീകരിച്ചു എന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പറഞ്ഞു. വിവാദങ്ങൾ കേരളത്തിലെ അരങ്ങ് തകർക്കുന്നു, വിവാദങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. വക്കം ഖാദറിൻ്റെ പറഞ്ഞപ്പം അദ്ദേഹം തൂക്കുമരത്തിലേക്ക് പോകുമ്പോഴും വിളിച്ചത് എന്താ, ഭാരതമാതാ കി ജയ് എന്നാണ്. ഭാരതാംബയുടെ മുമ്പിൽ ഈ രാജ്യത്തുള്ള ജനങ്ങളിൽ, ഈ രാജ്യത്തെ പൗരന്മാർക്ക് ഭാരതാംബയുടെ മുന്നിൽ നിലവിളക്ക് കൊളുത്താൻ പറ്റില്ലെങ്കിൽ പിന്നെ പാകിസ്ഥാൻ്റെ പതാകയുടെ മുന്നിലാണോ നിലവിളക്ക് കൊളുത്തുക എന്നുള്ളത് CPIക്കാർ വ്യക്തമാക്കി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ബോധ്യമാവും ഇവരാരുടെ കൂടെയാണ് എന്നുള്ളത്. അങ്ങനത്തെ നിബന്ധനകൾ രാജ്ഭവനിൽ നിന്ന് വയ്ക്കുന്നത് ശരിയല്ലല്ലോ. രാജ്ഭവൻ നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ സർക്കാരും മിണ്ടാതിരുന്നു. ഈ പിണറായി വിജയൻ ചുണ്ടൊന്നനക്കിയോ? കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടി ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുകയാണ്. ഞങ്ങൾ ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകളെ ശക്തിയായിട്ട് അന്നും ഇന്നും ഇനിയും എതിർത്തുകൊണ്ടേയിരിക്കും. കാവ്യവൽക്കരണത്തിൻ്റെ അജണ്ടയാണ് RSS കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത്.